ഹായ് ഹലോ സുഹൃത്തുക്കളെ, ഞാനും മുഗിയും മായയും കൂടെ ഞങ്ങൾ സിനിമയ്ക്ക് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ മെട്രോ സ്റ്റേഷനിൽ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. വെയിറ്റ് ചെയ്ത് ഞാൻ ഒരു കാപ്പി മേടിച്ച് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ വരുന്നത്. എന്നിട്ട് ഞാൻ ഇവരും കൂട്ടി ഞങ്ങൾ ഓട്ടോയിൽ കയറി. നല്ല മഴയും കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി പാലിച്ചു. ഞങ്ങൾ ഒറൈൻ അവന്യൂ മോളിലേക്ക് വന്നിറങ്ങി. 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും സിനിമ തുടങ്ങി. സിനിമയുടെ പേരാണ് രേഖാചിത്രം. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ത്രില്ലറാണെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ കാണാൻ വന്നത്. അത്രയ്ക്ക് ത്രില്ലറൊന്നും അല്ലായിരുന്നു. OTTയിൽ ഇരുന്ന് കാണേണ്ട സിനിമ ഉള്ളായിരുന്നു എന്ന് തോന്നി. ബ്രേക്ക് ടൈമിൽ ആൾക്കാരെല്ലാം പോപ്കോൺ മേടിക്കാൻ പോയപ്പോൾ ഞാനും മുഖയും മായയും കൂടി ഫോട്ടോസ് എടുക്കുകയായിരുന്നു. ഞങ്ങൾ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഷ്റൂമിലേക്ക് ചെന്നപ്പോഴാണ്ട് ഒരു വലിയൊരു കണ്ണാടി നിൽക്കുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ കുറേ കൊക്കാപ്പിച്ച കാണിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു പോകുമ്പോഴാണ് ഒരു വലിയൊരു ബുക്ക് സ്റ്റോൾ കണ്ടത്. അപ്പം ഞാൻ എത്ര ഭംഗിയായിട്ടാണ് ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. വായന കുറവാണെങ്കിലും ബുക്കുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നത് കൊണ്ട് ഞാൻ ഫുൾ അവിടുത്തെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് മുഖി ഭയങ്കര ഗാഢമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചറിയുമായിരുന്നു. മായയെ തപ്പി നടക്കുക. മായ ഇങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ കണ്ടതാണല്ലോ. പിന്നെ മായ എങ്ങും കാണുന്നില്ല എന്ന് കരുതി ഞാൻ പിന്നെ മായയെ തപ്പി അങ്ങ് നടക്കുമായിരുന്നു. മായ ഹാരി പോട്ടറിന്റെ ബുക്ക് മേടിക്കാമെന്ന് കരുതി വില നോക്കിയപ്പം വില കണ്ണ് തള്ളിയപ്പം എനിക്ക് വേണ്ട എന്ന് കരുതി തിരിച്ച് വെച്ച് എന്നിട്ട് അടുത്ത ബുക്ക് നോക്കുവാണ്. വേറെ ബുക്ക് ഏതെങ്കിലും വാങ്ങിക്കാം എന്ന് കരുതിയിട്ട് മുഖി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഏത് ബുക്കാണ് മേടിക്കേണ്ടതെന്ന്. കുറേ ബുക്കൊക്കെ നോക്കുന്നുണ്ട്, വെക്കുന്നുമുണ്ട്, വായിക്കുന്നുമുണ്ട്. ഞാൻ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് ബുക്ക് സ്റ്റോളിൻ്റെ അകത്ത് നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. രണ്ടുപേരും കുറച്ച് മുമ്പേ മാറി മാറി ബുക്ക് നോക്കുമായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ബുക്ക് നോക്കി ഒന്നും മേടിക്കാതെ തിരിച്ചങ്ങനെ വരുവാണ്. സിനിമയൊക്കെ കണ്ട് മോളിൽ നിന്നും ഇറങ്ങിയപ്പോഴത്തേക്കും 4 മണിയായി. എന്നിട്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ട് സംഘം മെസ്സിലേക്ക് പോയി, കല്യാൺ നഗറിലുള്ളത്. മിഴിയൊന്നു തിളങ്ങിയില്ലേ പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി അറിയാൻ നാട്ടിൽ. ഞങ്ങൾ അകത്ത് കയറിയിരുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മട്ടൻ ബിരിയാണി റൈസ് 2 പ്ലേറ്റ് പിന്നെ ചിക്കൻ കടായി കിട്ടി. അപ്പം ഞങ്ങൾ അടിപൊളി ടേസ്റ്റായിരുന്നു. എന്ത് ടേസ്റ്റായിരുന്നു പറയാം, അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങി. ഇനി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റൂട്ട് മാപ്പ് നോക്കിയിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചത്. അറിയാൻ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടെ തട്ടി ഇവിടെ തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു കൂട്ടം കമ്മല് കാണുന്നത്. അത്രയും കമ്മല് കണ്ടപ്പോൾ ഏത് കമ്മല മേടിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് ഞാൻ ഒന്നും മേടിക്കാതെ അങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് കുറേ ടോയ്സ് കാണുന്നത്. എത്ര നല്ല ഭംഗിയായിട്ടാണ് ഈ ആൾക്കാർ ക്രിയേറ്റീവായിട്ട് ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ചെരുപ്പ് കട കണ്ടത്. അപ്പം അമ്മയ്ക്ക് 2 ജോഡി ചെരുപ്പ് മേടിക്കാമെന്ന് കരുതി 2 ജോഡി ചെരുപ്പ് മേടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് യാത്രയായി. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി അറിയാൻ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി.
അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിട്ട് ഓടി അരികാരോ വന്നില്ലേ മിഴിയൊന്നു തിളങ്ങിയില്ലേ. നിങ്ങൾ ഈ പട്ടിയെ കണ്ടോ? പാലാട്ടിക്കൊണ്ട് കൈ ഒരു കൈ പൊക്കിക്കൊണ്ട് തിന്നാൻ ആരെങ്കിലും തരുമോ എന്ന് കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഈ അമ്മച്ചി കാണാം, ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഈ കൊച്ചെന്തിനാ എൻ്റെ ഫോട്ടോ എടുക്കുന്നേ എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കാൻ. അങ്ങനെ ഞങ്ങളുടെ ബസ്സെത്തി, ഞങ്ങൾ ബസ്സും കയറി ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഇനി അടുത്ത വീഡിയോ കാണുന്നതും വരേക്കും നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ. മാറും തുണികള് മായും രുചികള് ശീലം പല പലതാകുന്നേ